വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളം ധനകാര്യ കമ്മീഷനെ സമീപിക്കണമെന്നാണ് താൻ പറഞ്ഞത്. കേരളത്തെ തകർത്തവരാണ് LDFും UDFും. കേരളത്തെ തകർത്തുവെന്ന് ധനകാര്യ കമ്മീഷന് മുന്നിൽ പിണറായി വിജയൻ സമ്മതിക്കണമെന്നും ജോർജ് കുര്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഫിനാൻസ് കമ്മീഷനെ സമീപിക്കും, അവരനുവദിച്ചാൽ കേന്ദ്ര സർക്കാർ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുകയാണ് LDF. അത് UDF അതിനെ പിന്തുണയ്ക്കുകയാണ്. BJP അതിനെ തുറന്നു കാണിക്കും. CITUക്കാർ അവരല്ലേ എല്ലാ ഇൻഡസ്ട്രിയും തകർത്തത്. SFIക്കാരല്ലേ കോളേജുകൾ തകർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തുറന്നു പറയും. ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് കൂടുതൽ കിട്ടും. PR സുനിൽ വിവരങ്ങളുമായി. PR സുനിൽ, ഇപ്പോൾ കേരളം പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനമാകട്ടെ അപ്പോൾ സഹായം കിട്ടുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. റോഡില്ല, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞാൽ സഹായം തരാം എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ പ്രതികരണം. ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറ്റി പറയുകയല്ലേ അദ്ദേഹം? സ്മൃതി, തീർച്ചയായും ബജറ്റിന് പിന്നാലെയാണ് വിവാദ പരാമർശം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയത്. ഏതായാലും അത് വലിയ വിവാദമാവുകയും മുഖ്യമന്ത്രി അടക്കം ഇതിനെതിരെ പരാമർശവുമായി രംഗത്ത് വരികയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജോർജ് കുര്യൻ ആ നിലപാടിൽ മാറ്റം വരുത്തുന്നത്. ഇപ്പോൾ പുതിയ വിശദീകരണവുമായി രംഗത്ത് വരുന്നത് താൻ അങ്ങനെ പറഞ്ഞതല്ല, കേരളത്തിന് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ധനകാര്യ കമ്മീഷന് മുൻപാകെ സമർപ്പിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നാണ് ജോർജ് കുര്യൻ ഇപ്പോൾ പറയുന്നത്. കേരളത്തെ തകർത്തത് LDF ആണ്. കേരളത്തിലെ എല്ലാ മേഖലകളെയും LDF തകർത്തു. UDF അതിനെ പിന്തുണ നൽകുന്നു എന്നുകൂടി ജോർജ് കുര്യൻ പറയുകയാണ്. കേരളത്തെ തകർത്തുവെന്ന് ധനകാര്യ കമ്മീഷന് മുൻപാകെ പോയി പിണറായി വിജയൻ സമ്മതിക്കണം എന്നാണ് ജോർജ് കുര്യൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ സമ്മതിച്ച ശേഷം പിന്നീട് കേരളത്തിന് കൂടുതൽ സഹായം ആവശ്യപ്പെടൂ എന്നാണ് ജോർജ് കുര്യന്റെ ഇപ്പോഴത്തെ നിലപാട്. ഏതായാലും കേരളത്തിന്റെ വികസനം നടപ്പാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ളവ കേരളത്തിന് ലഭ്യമാക്കിയത് മോദി സർക്കാരാണെന്നും ജോർജ് കുര്യൻ പറയുന്നു. കേരളത്തിൽ UDFും LDFും ഒന്നും തന്നെ ഭരിച്ച് കേരളത്തിന് വേണ്ടി ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. അത് BJP ആണ് കൊണ്ടുവന്നത് എന്ന് ജോർജ് കുര്യൻ അവകാശപ്പെടുകയാണ്.